ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയ ട്രാവൽ നോട്ടാണ്. ഈ ചാപ്റ്ററിന്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. എന്തായിരിക്കും യാദൃശ്ചികമായിട്ട് UAEയിൽ എത്തിപ്പെടുന്ന ഒരു ടൂറിസ്റ്റിനെ കാത്തിരിക്കുന്നത്? യെസ്, I was an accidental tourist. ഞാൻ യാദൃശ്ചികമായി UAEയിൽ എത്തിപ്പെട്ട ഒരു ടൂറിസ്റ്റ് ആണ്. I had been to Oman to stay with my niece. ഞാൻ ഒമാനിലേക്ക് എൻ്റെ നീസിന്റെ കൂടെ നിൽക്കാൻ വന്നതാണ്. I had just squeezed in 2 days on my way back home. തിരിച്ചു വീട്ടിലേക്ക് പോകും വഴി എങ്ങനെയൊക്കെയോ 2 ദിവസം കണ്ടുപിടിച്ച് UAEയിലെ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആക്സിഡന്റൽ ടൂറിസ്റ്റ് ആണെന്ന്. തീരെ സമയമില്ല, എന്നാലും എങ്ങനെയൊക്കെയോ 2 ദിവസം ഒപ്പിച്ചു UAE കാണാനായിട്ട്. But 2 days were enough to give me an eyeful and plenty of food for thought. പക്ഷെ 2 ദിവസം മതിയായിരുന്നു കൺകുളിർക്കെ കാഴ്ചകൾ കാണാനും പിന്നീട് ആ യാത്രയെപ്പറ്റി ഒരുപാട് ആലോചിക്കാനും. The dense clouds hovering above the wings of the aircraft had already given me an eyeful. ഇവിടെ വിമാനത്തിന്റെ ചിറകിന്റെ മുകളിൽ ഇങ്ങനെ കട്ട കൂടി നിൽക്കുന്ന മേഘങ്ങളുടെ കാഴ്ച തന്നെ വളരെ മനോഹരമായിരുന്നു. And the desert, which seemed to stretch endlessly, was a spectacle too. മാത്രല്ല, ഇങ്ങനെ അവസാനമില്ലാണ്ട് നീണ്ടു കിടക്കുന്ന ആ മരുഭൂമിയുടെ കാഴ്ചയും നല്ല വിസ്മയിപ്പിക്കുന്നതായിരുന്നു. The long drive in my friend Ashok's car from Ras Al Khaimah to Abu Dhabi was a memorable experience. എന്റെ ഫ്രണ്ടായിട്ടുള്ള അശോകന്റെ കാറിൽ റാസൽ ഖൈമയിൽ അബുദാബിയിലേക്കുള്ള ആ നീണ്ട ജേർണി വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. We never got tired of stopping and venturing out into the beach. ഓരോ ബീച്ചിലും ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് ഒട്ടും മടുപ്പായി തോന്നിയില്ല. The sea had the same serene appearance everywhere. എല്ലാ ബീച്ചിലും ഒരുപോലെ വളരെ ശാന്തമായി കിടക്കുകയായിരുന്നു. One feels a kind of heavenly bliss at these quiet beaches. ഓരോ ബീച്ചിലും ഒട്ടും തിരക്കില്ലാണ്ട് വളരെ നിശബ്ദമായി ശാന്തമായിട്ട് കിടക്കുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സ്വർഗീയ ആനന്ദമാണ് കിട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ആ മനോഹരമായിട്ടുള്ള ബീച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവുകയാണ് ചെയ്തത്. At Swayhen in Abu Dhabi, I caught sight of something unexpected. അബുദാബിയിലെ സ്വൈഹനിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടു. It was the entrance to the Louvre Abu Dhabi solar power plant. എന്തായിരുന്നു ആ കാഴ്ച? ന്യൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റ് ആയിരുന്നു. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത? It is the largest single site solar power plant in the world, producing a stupendous 1.2 gigawatts of power. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ന്യൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ്. അവിടെ ഒരു വലിയ ഏരിയയിലാണ് 1.2 ഗിഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Of course, tourists are not allowed inside. ടൂറിസ്റ്റിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. I had to satisfy myself with the photographs of the power plant on the net. അവിടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഫോട്ടോഗ്രാഫ്സ് കണ്ട് എനിക്ക് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. The plant has an amazing 3.2 million solar panels. ആ വലിയ സ്ഥലത്ത് 3.2 മില്യൺ സോളാർ പാനൽസ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. I wish tourists were given an aerial view of the plant. ഞാൻ ആഗ്രഹിച്ചു പോയി ടൂറിസ്റ്റിന് ഈ സോളാർ പവർ പ്ലാന്റിന്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു കൊടുത്തെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഈ സോളാർ പാനൽസ് ഒക്കെ ഇത്രയും വലിയ ഏരിയയിൽ അറേഞ്ച് ചെയ്തത് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. I was able to view the imposing Burj Khalifa, the tallest building in the world. അടുത്തതായിട്ട് അദ്ദേഹം കണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയാണ്. Climbing it all the way up would take you to the top of the world. നിങ്ങൾ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കാൻ പറ്റും. Of course I could not do it. എന്തായാലും എനിക്ക് അതിന് സാധിച്ചില്ല. A boat ride at Louvre Dubai late in the evening was a fascinating experience. വൈകിട്ട് ബുർദുബായിൽ ഒരു ബോട്ട് റൈഡ് നടത്തിയിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. The dazzling lights and their reflections on the creek give you a feeling of being out of the world. അവിടെ നല്ല തിളങ്ങുന്ന ലൈറ്റ്സും ആ അരുവിയിലുള്ള ആ ലൈറ്റ്സിന്റെ റിഫ്ലക്ഷൻസും എല്ലാം നിങ്ങളെ വേറൊരു ലോകത്ത് കൊണ്ടെത്തിക്കും.
It was only matched by a ride on the metro from Al Nahda to stadium. അത്ര തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു റൈഡായിരുന്നു അൽ നഹദയിൽ സ്റ്റേഡിയത്തിലേക്ക് മെട്രോയിൽ പോയത്. Watching the landscape from a train is always entertaining. എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തെ കാഴ്ചകൾ വളരെ രസകരമാണല്ലേ. Here was a landscape totally different from anything I had ever seen. പക്ഷേ മറ്റ് ട്രെയിൻ യാത്രകളിൽ നിന്ന് ഇവിടെ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. But nothing matched the Louvre Abu Dhabi Museum, a marvel by any standards. പക്ഷേ ലൂവർ അബുദാബി മ്യൂസിയത്തിലെ കാഴ്ചകൾ മറ്റൊന്നുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര ഭംഗിയായിരുന്നു. It houses some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. അവിടെ ലോകത്തിലെ തന്നെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ റിമെയിൻസും പെയിന്റിങ്സും ശില്പങ്ങളും മറ്റ് ആർട്ടിഫാക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. It carries the name of the famous Louvre Museum in France on an agreement. ലൂവർ മ്യൂസിയം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് ഇതേ പേരില് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. It has also rented more than 300 pieces from the Louvre for display. പേര് മാത്രമല്ല, ഒറിജിനൽ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് 300-ലധികം പീസസ് ആണ് ഇവിടെ റെന്റിന് പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുള്ളത്. I thought it terribly unlucky of me to have spent only half a day in the museum. ഇത് എനിക്ക് വളരെ നിർഭാഗ്യകരമായിട്ട് തോന്നി. കാരണം എനിക്ക് ആകെ ഒരു 1/2 ദിവസം മാത്രമാണ് മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്. കാരണം ആകെ 2 ദിവസമല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് കാണണ്ടേ. I would have loved to spend at least a week. ഇവിടെ ഒരാഴ്ചയെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്ര ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകള്. On boarding the flight to Calicut, I wished I had more time for a visit like this. തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയി, ഒരു വട്ടം കൂടെ എനിക്കിവിടെ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അറ്റ്ലീസ്റ്റ് 2 weeks, കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും എനിക്കിവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. Another time, I might get a chance again. You never know. മറ്റൊരു സമയത്ത് പറയാൻ പറ്റില്ല, എനിക്കൊരു ചാൻസ് കിട്ടിയാലോ. ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു അവസരം കിട്ടിയാലോ. അങ്ങനെ ഇനിയും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഫുള്ള് ദുബായിലെ കാഴ്ചകളും നിറച്ചിട്ടാണ് തിരിച്ച് കാലിക്കറ്റിലേക്ക് നമ്മുടെ യാത്രികൻ യാത്രയാവുന്നത്. ഇനി നമുക്കിതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. Why does the author mention that he had squeezed in 2 days? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞത് squeezed in 2 days എന്ന്? The author says that he had squeezed in 2 days because he was on his way back home and could spare only 2 days to have a glimpse of the Emirates. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നല്ലേ ഒമാനിൽ നിന്ന്. അപ്പോൾ ആകെ 2 ദിവസമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചുള്ള യാത്രക്കിടയ്ക്ക് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് 2 ദിവസം എമിറേറ്റ്സ് കാണാനായിട്ട് ഒപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് he had squeezed in 2 days എന്ന്. Why does the author say one feels a kind of heavenly bliss at these quiet beaches? എന്തുകൊണ്ടാണ് ഓഥർ പറഞ്ഞത് ഈ നിശബ്ദമായിട്ടുള്ള ബീച്ചിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സ്വർഗീയ ആനന്ദമാണ് അനുഭവിക്കാൻ പറ്റുന്നത് എന്ന്? The author says this because the beaches in the UAE were calm, peaceful and beautiful. UAEയിലെ ബീച്ചസ് എല്ലാം വളരെ ശാന്തമായിട്ടുള്ള, സമാധാനമുള്ള, എന്നാൽ ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. The quiet surroundings and the serene sea made him feel relaxed and happy, giving him a feeling of heavenly bliss. അങ്ങനെ നിശബ്ദമായ ചുറ്റുപാടും വളരെ ശാന്തമായിട്ടുള്ള കടലും അദ്ദേഹത്തിന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി മൂഡാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇവിടെ ഒരു സ്വർഗീയ ആനന്ദമാണ് അനുഭവിക്കാൻ കഴിഞ്ഞതെന്ന്. Why did the author have to satisfy himself with the photographs on the net? എന്തുകൊണ്ടാണ് ഓഥറിന് ജസ്റ്റ് ആ ഫോട്ടോഗ്രാഫ്സ് മാത്രം കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്? The author had to satisfy himself with the photographs on the net because tourists were not allowed inside the Louvre Abu Dhabi solar power plant. ന്യൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിനുള്ളിലേക്ക് ടൂറിസ്റ്റുകളെ കടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് വെറും ഫോട്ടോഗ്രാഫ്സ് കണ്ട് അവിടുത്തെ ഭംഗി ആസ്വദിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നത്. What does the author mean by a feeling of being out of the world? വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെ ആയിരുന്നു എന്ന് ഓഥർ പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? The author means that the dazzling lights and their reflections on the creek during the boat ride created a magical and extraordinary experience that felt different from normal life.
അദ്ദേഹം ആ ബോട്ട് റൈഡിന് പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സും ആ അരുവിയിലുള്ള അതിന്റെ റിഫ്ലക്ഷൻസും എല്ലാം വളരെ മാജിക്കൽ ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. സാധാരണ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ട പോലെ ഉണ്ടായിരുന്നു എന്ന്. Why did the author think he was unlucky in his visit to the Louvre Museum? ലൂവർ മ്യൂസിയത്തിൽ കുറച്ചേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം പറയാണ് ഞാൻ ഭയങ്കര നിർഭാഗ്യവാനായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? The author thought he was unlucky because he could spend only half a day in the Louvre Abu Dhabi Museum. ലൂവർ അബുദാബി മ്യൂസിയത്തിലാകെ പകുതി ദിവസം മാത്രമേ അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ നിർഭാഗ്യവാനാണെന്ന്. He wished to spend at least a week there to explore its fascinating collections in detail. ആ മ്യൂസിയത്തിലുള്ള വളരെ ഭംഗിയുള്ള ഓരോ കളക്ഷൻസും വിശദമായി കാണാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. Pick out sentences related to the following pictures from the passage and write them in the space provided. തന്നിട്ടുള്ള ഓരോ പിക്ചേഴ്സിനോടും റിലേറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസ് ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയണേ. ആദ്യത്തേത് ബുർജ് ഖലീഫയാണ്. I was able to view the imposing Burj Khalifa, the tallest building in the world. രണ്ടാമത്തേത് ബോട്ട് റൈഡിന് പോയതാണല്ലേ. A boat ride at Louvre Dubai late in the evening was a fascinating experience. മൂന്നാമത്തെ ചിത്രം നൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റ് ആണ്. It was the entrance to the Louvre Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatts of power. Second activity idana. Sarah is guiding her friend Miri, who is not familiar with the locality, on how to reach her school. മിരിക്ക് ആ ലൊക്കാലിറ്റിയെ പറ്റി വലിയ ധാരണയില്ല. സോ സാറയാണ് മിരിക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്. Hey Sarah, do you know how to get to my school, Town Model School? സേറയോട് ചോദിക്കാണ്, സേറ നിനക്ക് ടൗൺ മോഡൽ സ്കൂളിലേക്കുള്ള വഴി അറിയോ? You have never gone to the school from here, have you? നീ ഇവിടെ നിന്ന് ആ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? Never. How should I get there? On foot or taking a bus? ഞാൻ എങ്ങനെയാണ് അവിടെ എത്തുക? നടക്കുന്നതാണോ അതോ ബസ്സിൽ പോണതാണോ നല്ലത്? Why don't you walk? It's fun. നിനക്ക് നടന്നു പൊക്കൂടെ? നല്ല രസാണ്. Cool. So how do we get there? അപ്പൊ എങ്ങനെയാ അവിടെ എത്തുക? All right, listen. This lane joins Beach Road. ഈ ലൈൻ ജോയിൻ ചെയ്യുന്നത് ബീച്ച് റോഡിലേക്കാണ്. Walk along the beach road till you come to the big green sign for തൂവൽ തീരം റോഡ്. ബീച്ച് റോഡിലൂടെ നടക്കുക. ഒരു ഗ്രീൻ സൈൻ ഉണ്ട് തൂവൽ തീരം റോഡിലേക്ക്. അവിടെ വരെ നടക്കണം. Everything clear so far? ഇതുവരെയുള്ളത് നല്ല ക്ലിയർ അല്ലേ? Got it. Beach road, green sign, തൂവൽ തീരം റോഡ്. Exactly. Turn left and keep going for about 200 meters. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക. നേരെ 200 മീറ്റർ നടക്കുക. Then turn left again onto അംഗൻവാടി റോഡ്. 200 മീറ്റർ നടന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പൊ നിങ്ങൾ അംഗൻവാടി റോഡിലെത്തും. What's next? അതിനുശേഷോ walk past the post office and the park. It's a nice stroll. പോസ്റ്റ് ഓഫീസും പാർക്കും കഴിഞ്ഞ് പോണം. അത് നല്ല രസമുള്ളൊരു നടത്താണ്. സ്ട്രോൾ എന്ന് വെച്ചാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. That is wonderful. What come after that? അത് കഴിഞ്ഞിട്ട് എന്താ വരണേ? Turn left onto railway station road. അതിനുശേഷം ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലെത്തും. Keep going straight. നേരെ തന്നെ പോവുക. After about 150 meters, you will see your school on the left. ഒരു 150 മീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂള് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. You won't miss it. There is an ice cream shop across the road. സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ഐസ്ക്രീം ഷോപ്പും കൂടെ ഉണ്ട്. Thanks. Hopefully, I will have to go. Bye. ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ എനിക്ക് പോണം. Bye എന്ന് പറഞ്ഞിട്ടാണ് കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നത്. Way to my school. സ്കൂളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊരു പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് അല്ലേ? To reach Town Model School, go straight along Beach Road for 50 meters. ടൗൺ മോഡൽ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബീച്ച് റോഡിലൂടെ 50 മീറ്റേഴ്സ് നേരെ നടക്കുക. യു ക്യാൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റിംഗ് തൂവൽ തീരം റോഡ്. അങ്ങനെ 50 മീറ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ഗ്രീൻ സൈൻ ബോർഡ് കാണും. അത് തൂവൽ തീരം റോഡിനെയാണ് കാണിക്കുന്നത്. Go 200 meters along തൂവൽ തീരം റോഡ് ആൻഡ് ടേക്ക് എ ലെഫ്റ്റ് ടേൺ ടു അംഗൻവാടി റോഡ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ തൂവൽ തീരം റോഡിൽ കൂടെ ഒരു 200 മീറ്റർ നടക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പോൾ നിങ്ങൾ അംഗൻവാടി റോഡിലെത്തും.
Continue walking past the post office and park. പാർക്കും പോസ്റ്റ് ഓഫീസും കഴിഞ്ഞ് നടക്കുക. Take the first left turn onto railway station road. അങ്ങനെ പാർക്കും പോസ്റ്റ് ഓഫീസും കഴിഞ്ഞ് ആദ്യം കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴിയിലേക്ക് തിരിയുക. അപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലെത്തും. Walk straight ahead for 150 meters. നിങ്ങൾ നേരെ ഒരു 150 മീറ്റർ നടക്കുക. You will find the school on your left. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡില് സ്കൂൾ കാണാൻ പറ്റും. You won't miss it if you notice the ice cream shop across the road. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റും. Take your pencil, crayons and paper. Let us draw a map connecting your home to your school. Show landmarks on the way like a park, a supermarket, a bank, an Akshaya Kendra and a post office. Let us name the roads too. Use all the bright crayons you have to make the map colorful. ഇനി നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഒരു മാപ്പ് വരയ്ക്കാനാണ് പറയുന്നത്. അവിടെയും നിങ്ങൾ പാർക്കോ സൂപ്പർ മാർക്കറ്റോ അങ്ങനെയുള്ള ലാൻഡ് മാർക്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയണേ. സോ ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്കൂളിലേക്കുള്ള മാപ്പ്. Write a paragraph describing the way to school from your home and share it with your friends. You may consider some of these directions. നമ്മളോട് ഇനി വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഡിസ്ക്രൈബ് ചെയ്യാനും പറയുന്നുണ്ട്. ഈ മാപ്പിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ ആണ്: From home, walk straight along Maple Street until you reach the crossroads. വീട്ടിൽ നിന്ന് മേപ്പിൾ സ്ട്രീറ്റിലൂടെ നേരെ നടക്കുക. നിങ്ങൾ ആ സീബ്ര ക്രോസിംഗ് കാണുന്നില്ലേ, അവിടെ വരെ നടക്കണം. Then turn right onto Oak Road and continue straight ahead. അതിനുശേഷം സീബ്ര ലൈനിൽ കൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ ഓക്ക് റോഡിലെത്തുക. എന്നിട്ട് നേരെ നടക്കുക. You will pass the library and the bank on your right side while the post office will be on your left side. നിങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡില് ലൈബ്രറിയും ബാങ്കും കടന്നു വേണം പോവാൻ. മാത്രമല്ല ലെഫ്റ്റ് സൈഡില് പോസ്റ്റ് ഓഫീസും നിങ്ങൾ കടന്നു പോകും. യു വിൽ ഓൾസോ സീ എ ഗ്രോസറി സ്റ്റോർ നിയർ ബൈ. അങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ അടുത്ത് നിങ്ങൾ ഒരു ഗ്രോസറി സ്റ്റോറും കാണും. Then turn left onto Pine Road and walk straight for a short distance. അങ്ങനെ ഗ്രോസറി സ്റ്റോർ കണ്ടാല് ലെഫ്റ്റിലേക്ക് തിരിയുക. അപ്പൊ നിങ്ങൾ പൈൻ റോഡിലെത്തും. എന്നിട്ട് കുറച്ചു ദൂരം നേരെ നടക്കുക. ബിഫോർ റീച്ചിങ് ദ പാർക്ക് ടേൺ റൈറ്റ് ഇൻ ടു സ്കൂൾ ലെയിൻ. പാർക്ക് എത്തുന്നതിന് മുൻപ് റൈറ്റിലേക്ക് തിരിയുക. അപ്പൊ നിങ്ങൾ സ്കൂൾ ലൈനിലെത്തും. കണ്ടിന്യൂ വാക്കിംഗ് സ്ട്രെയിറ്റ്. നേരെ നടക്കുക. ആൻഡ് യു വിൽ റീച്ച് ABC ഹൈസ്കൂൾ. അപ്പൊ നിങ്ങൾ ABC ഹൈസ്കൂളിലെത്തും. ആക്ടിവിറ്റി 3. Your friend Neshwa Mariam from UAE decided to visit your home in Kerala. നിങ്ങളുടെ UAEയിലുള്ള ഫ്രണ്ടായ നെഷ്വ മറിയം നിങ്ങളെ കേരളത്തിൽ വന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. Here is the boarding pass of Neshwa Mariam who arrived at Cochin International Airport from Dubai International Airport. ഇവിടെ കൊടുത്തിട്ടുള്ളത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറൈവ് ചെയ്തിട്ടുള്ള നെഷ്വ മറിയത്തിന്റെ ബോർഡിംഗ് പാസ് ആണ്. You can see the passenger's name, boarding airport, destination, flight number, seat number, and departure gate number. A passenger cannot enter a flight without the boarding pass. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കാണാം. പാസഞ്ചറിന്റെ പേര്, ബോർഡിംഗ് എയർപോർട്ട്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രക്കാരന് ഈ ബോർഡിംഗ് പാസ് ഇല്ലാണ്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. നെഷ്വ മറിയം വാസ് ഗിവൻ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം നെഷ്വ മറിയത്തിന് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരികയാണ്. ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ഇറ്റ്. You can use the boarding pass to fill in some of the entries. നമ്മളോട് ബോർഡിംഗ് പാസ് നോക്കി ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം. All passengers coming to India are required to fill up this pro forma and submit it at the travelers counter at the exit. എക്സിറ്റിലുള്ള ട്രാവലേഴ്സ് കൗണ്ടറിൽ ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നെയിം ഓഫ് ദ പാസഞ്ചർ നെഷ്വ മറിയം. ഫ്ലൈറ്റ് നമ്പർ AB123. സീറ്റ് നമ്പർ 123A. ഡേറ്റ് ഓഫ് അറൈവൽ. എത്തിച്ചേർന്നത് എപ്പോഴാണ്? 24 ഓഗസ്റ്റ് 2023. പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ദുബായിൽ നിന്നാണ്. പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? കൊച്ചിയിലാണ്. കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. ഇവിടെ ഹൗസ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുള്ളത് 12/450B ആണ്. സ്ട്രീറ്റ് മാർക്കറ്റ് റോഡ്, വില്ലേജ് ആലുവ, തഹസിൽ ആലുവ, ഡിസ്ട്രിക്ട് ഓർ സിറ്റി എറണാകുളം, സ്റ്റേറ്റ് കേരള, പിൻ 683101,
പിന്നീട് റെസിഡൻസ് നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 ഡേയ്സ്. 28 ദിവസത്തിനുള്ളിൽ വിസിറ്റ് ചെയ്ത കൺട്രീസിന്റെ പേര് എഴുതാനാ പറയുന്നത്. UAE എന്നാണ് എഴുതിയിട്ടുള്ളത്. ആർ യു സഫറിംഗ് ഫ്രം എനി ഓഫ് ദ ഫോളോവിങ് സിംറ്റംസ്? തന്നിട്ടുള്ള സിംറ്റംസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യെസ് ഇടണം, അല്ലെങ്കിൽ നോ എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫീവർ പനി, കഫ് ചുമ, റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. റെസ്പിറേറ്ററി ഡിസ്ട്രെസ് എന്ന് വെച്ചാൽ ശ്വാസതടസ്സാണ്. സോ നമ്മൾ ഇതെല്ലാം നോ എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ ആക്ടിവിറ്റി ഇതാണ്. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോവിങ് സെന്റൻസസ്. കൊടുത്തിട്ടുള്ള സെന്റൻസിൽ ഇറ്റാലിക്സിലുള്ള വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറയണേ. The sea had the same serene appearance everywhere. One experiences a kind of heavenly bliss at these quiet beaches. ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് സെറീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ്. വളരെ ശാന്തമായിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം. I was able to view the imposing Burj Khalifa, the tallest building in the world. ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് ഇമ്പോസിംഗ് എന്നുള്ള വേർഡാണ്. ഇമ്പോസിംഗ് എന്ന് വെച്ചാൽ പ്രൗഢിയോടെ നിൽക്കുന്നതാണ്. Some words are used to describe people, places and things. They describe how people, places or things look like, taste, smell or feel. നമ്മൾ ആളുകളെയോ സ്ഥലത്തിനെയോ സാധനങ്ങളെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, വെറുതെ ഞാൻ ഹൗസ് എന്ന് പറയുന്നതിന് പകരം ബിഗ് റെഡ് ഹൗസ് എന്ന് പറയാം. വലിയ ചുവന്ന വീട്. അവിടെ ഞാൻ 2 തരത്തിലുള്ള വേർഡ്സ് ആണ് ഈ ഹൗസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ഇതുപോലെ ആളുകളെയോ സ്ഥലത്തിനെയോ സാധനങ്ങളെയോ എങ്ങനെയാണ് അതിനെ കാണാനായിട്ട്, എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്, എങ്ങനെയാണ് സ്മെല് ചെയ്യാനായിട്ട് എന്നുള്ളതൊക്കെ വാക്കുകൾ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. Write a description about a place you have recently visited using some of these words. കൊടുത്തിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ വളരെ അടുത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് അതിരപ്പള്ളി വാട്ടർഫാൾസിനെ പറ്റിയിട്ടാണ്. Recently I visited അതിരപ്പള്ളി വാട്ടർഫാൾസ്, one of the most beautiful places in Kerala. കേരളത്തിൽ തന്നെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് ഞാൻ ഈ അടുത്ത് വിസിറ്റ് ചെയ്തത്. The place was green, peaceful and breathtaking. ആ സ്ഥലം നല്ല പച്ചപ്പുള്ള, വളരെ സമാധാനമുള്ള, എന്നാൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. The sound of the waterfalls was loud, yet it felt calm and relaxing. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് വളരെ വലുതായിരുന്നു, എന്നാലും വളരെ ശാന്തമായിട്ടുള്ള, എന്നാൽ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. Many tourists visited the area, so it was a little crowded, busy and lively. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു, ബിസി ആയിരുന്നു, എന്നാൽ വളരെ സജീവമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. The cool breeze and fresh air made the place feel very pleasant. നല്ല തണുത്ത കാറ്റും ഫ്രഷ് എയർ ഒക്കെ നമ്മളെ വളരെ സന്തോഷത്തിലാക്കുമായിരുന്നു. It was like a live picture full of greenery and serenity. ഒരുപാട് പച്ചപ്പുള്ള, എന്നാൽ നല്ല സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ടാല് ശരിക്കും ജീവനുള്ളൊരു ചിത്രം പോലെയായിരുന്നു. The surroundings were colorful, vibrant and beautiful to watch. ചുറ്റുപാടും പല നിറങ്ങളിലായിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. The water and air were cold, pure and refreshing. അവിടുത്തെ വെള്ളവും വായുവും എല്ലാം ഒരുപോലെ തണവുള്ളതും പ്യുവർ ആയതും റിഫ്രഷിംഗും ആയിരുന്നു. When the water from the waterfalls sprayed on my face, it felt wonderful and relaxing. വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് തെറിക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. Even though the place was bustling with visitors, there were still quiet and empty corners where we could enjoy nature peacefully. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമുക്ക് സമാധാനപരമായി എൻജോയ് ചെയ്യാനായിട്ട് ഓരോരോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. We also saw birds flying freely and animals roaming around peacefully in the forest, enjoying their natural home. ഞങ്ങൾ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ടു. അവർ വളരെ സമാധാനപരമായിട്ട് അവരുടെ നേച്ചുറൽ ഹോമിൽ ഇങ്ങനെ വിഹരിച്ച് നടക്കുകയാണ്. It is when we visit such pretty and peaceful places that we realize how calm and happy we feel at the hands of nature. ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമാധാനമുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് പ്രകൃതിയുടെ കയ്യിൽ നമ്മൾ എത്ര ശാന്തവും സന്തോഷവുമാണെന്ന് മനസ്സിലാവുന്നത്. സോ ഇതാണ് അതിരപ്പള്ളിയെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഇതോടുകൂടെ നമ്മുടെ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.